ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പ്രോമിസ് ഹോം ഗാർഡനിലേക്ക് പുതിയ വീഡിയോകളിൽ വീണ്ടും സ്വാഗതം. ഇന്ന് ഈ രാവിലെ സമയത്ത് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെ സെയിലുമായിട്ടാണ്. ഇൻഡോർ പ്ലാന്റ്സുകളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റീസ് മെയിനായിട്ട് വരുന്നത് നമ്മുടെ സൺസവേരിയ പ്ലാന്റ് അല്ലെ സ്നേക്ക് പ്ലാന്റ്, പിന്നെ കുറച്ച് ഫേൺസ് വെറൈറ്റീസ് ഉണ്ട്. അതായത് ഫ്ലഫി ഫേണ്, ഗോൾഡൻ ഫ്ലേന്, ഫിഷ് ടെയിൽ ഫേണ്, അങ്ങനെ കുറച്ച് ഫേൺ വെറൈറ്റീസ്. ഇതൊക്കെ ഉണ്ടല്ലോ സൺസവേരിയ പ്ലാന്റൊക്കെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ്. ഹെവി ബുഷിയായിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ പല വെറൈറ്റീസ്, ഡാർക്ക് വെറൈറ്റീസൊക്കെ ഉണ്ട്. അതായത് ഓഫീസ് ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുണ്ട്. ഇതൊക്കെ നല്ല നല്ല പോട്ടുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് മേടിച്ച് വീട്ടിൽ വയ്ക്കാൻ പറ്റുന്ന സൈസിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ നമുക്ക് വൈറ്റ് അരേലിയയുടെ ഒരു പ്ലാന്റുകളുണ്ട്. കണ്ടില്ലേ, ചെറിയ പ്ലാന്റുകളുണ്ട്. പിന്നെ ഈ ഫേണിൻ്റെ തന്നെ സീഡ്ലിങ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പോട്ടോടുകൂടി നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ വരുന്ന നമുക്കൊരു ഫിലഡെൻഡ്രോണിൻ്റെ റെഡ് ഹാർട്ട് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ സ്റ്റിക്കിലൊക്കെ ഒന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വളരുന്നൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ഹാർട്ടിൻ്റെ ഷേപ്പുള്ള. പിന്നെ വരുന്നത് ഒരു അരേക്ക പാംസിൻ്റെ വെറൈറ്റി, പിന്നെ കാക്ടസ്. ഇതൊക്കെ നമുക്ക് ഓഫീസ് ടേബിളിലൊക്കെ ഉപയോഗിക്കാം, ടേബിൾ ടോപ്പായിട്ട് വെക്കാൻ പറ്റുന്ന വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സുകളാണ്. കണ്ടില്ലേ, വേറൊരു വെറൈറ്റിയാണിത് സൺസവേരിയ പ്ലാന്റിൻ്റെ. അടുത്ത വെറൈറ്റി ഒരു ഡാർക്ക് വെറൈറ്റി, വളരെ മനോഹരമായിട്ടുള്ളൊരു ഡാർക്ക് വെറൈറ്റി, ഹാഹാനിൽ എന്ന് പറയും. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇതിൻ്റെ കളർ തന്നെ എത്ര അട്രാക്റ്റീവ് ആണെന്നൊക്കെ. ഡാർക്ക് ഗ്രീൻ, ഒരു യെല്ലോ, ലൈറ്റ് യെല്ലോ ഔട്ടർ ലൈൻ വരുന്ന നല്ല ഭംഗിയായിട്ട് ഈ കണ്ടില്ല, അതിൻ്റെ വൈറ്റ് പോട്ടൂടൊക്കെ ആയപ്പോഴത്തേന് ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റാണ്. നിങ്ങളുടെ ബെഡ്റൂമിലോ നിങ്ങളുടെ ഓഫീസ് ടേബിളിലോ നിങ്ങളുടെ ലിവിങ് റൂമിലോ ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ്. തന്നെയുമല്ല, സൺസവേരിയ പ്ലാന്റൊക്കെ ഭയങ്കര പോസിറ്റിവിറ്റി നല്ലത് പ്ലാന്റാണെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓക്സിജൻ റിലീസ് ചെയ്യുന്ന പ്ലാന്റുകൾ. നൈറ്റിലൊക്കെ നമുക്ക് ബെഡ്റൂമിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ ഇത് റിലീസ് ചെയ്യുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എനർജറ്റിക്കായിട്ട് രാവിലെ ഉണരാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. കണ്ട കാക്ടസ് ഉണ്ടല്ലേ, ഇത് മുള്ളൊന്നുമല്ല കേട്ടോ. ഇതിങ്ങനെ ചെറിയ രോമം പോലുള്ളൊരു ഇതാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് സ്ലോ ഗ്രോത്താണ്. നിങ്ങൾക്ക് വലിയ മെയിൻ്റനൻസ് ഒന്നും, ലോ മെയിൻ്റനൻസ് പ്ലാന്റാണ്. ഇതിനെന്നും വെള്ളം ഒഴിക്കണമെന്നോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വല്ലപ്പോഴും ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ചെറിയ തോതിൽ, അധികം വെള്ളം കൂടിപ്പോകരുത്. ഈ സൺസവേരിയ പ്ലാന്റുകളും എല്ലാം അങ്ങനെ തന്നെയാണ്. ഫേൺസിന് കുറച്ചുകൂടെ നമുക്ക് ശ്രദ്ധിക്കണം, കുറച്ചുകൂടെ എടുക്കണം. ഇതിന് നിങ്ങൾ തുടർച്ചയായിട്ട് കൃത്യമായിട്ട് ഫെർട്ടിലൈസേഷൻ നടത്തുമോ വാട്ടറിങ്ങോ ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റുകൾ കണ്ടോ. നല്ല ഭംഗിയുണ്ട്. സ്ലോ ഗ്രോത്ത് ആയതുകൊണ്ട് ഈ ഷേപ്പിൽ തന്നെ കുറേ കാലം ഇങ്ങനെ ഇരിക്കും. വളരെ പിന്നെ ചോട്ടിൽ നിന്ന് ചിലപ്പം ചെറിയ ചെറിയ തൈകൾ പൊട്ടി വരും. ഓക്കെ, നിങ്ങൾക്ക് ഈ പ്ലാന്റുകളൊക്കെ ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് വന്ന് മേടിക്കാം. നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് കായംകുളം രാമപുരത്താണ്. നാഷണൽ ഹൈവേയുടെ സൈഡിൽ 66ൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ വളരെ സൗകര്യമാണ്. അതോടൊപ്പം നമ്മുടെ ഹോം ഗാർഡൻ്റെ ലൊക്കേഷൻ ഗൂഗിളിൽ അവൈലബിളാണ്. അതല്ല, നിങ്ങൾക്ക് ദൂരെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് DTDC കൊറിയർ വഴി മേടിക്കാൻ പറ്റും. അത് കേരളത്തിൽ ഉടനീളം ഓൾ ഇന്ത്യ തന്നെ പറയാം, ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിളാണ്. അങ്ങനെയുള്ളവർ നമ്മൾ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. കഴിവതും നിങ്ങൾ മെസ്സേജ് തന്നെ ചെയ്യുക. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസൊക്കെ പറയുന്നതായിരിക്കും. ഇതിൻ്റെ റേറ്റൊക്കെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ എന്തായാലും പറഞ്ഞതായിരിക്കും. കാര്യം ഓരോരുത്തരും ഏത് രീതിയിൽ സെലക്ട് ചെയ്യാൻ നമുക്കറിയത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ധാരാളം വ്യൂസൊക്കെ വരുന്നുണ്ട്, പക്ഷേങ്കിൽ നമുക്ക് കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ കുറച്ച് കുറവായിട്ടാണ്. ഒരു മടി പോലെ എല്ലാവർക്കും. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.